ഫാദർ സാമുവലാണ് കോഴിക്കോട് നിന്നും. ഫാദർ സാമുവൽ, താങ്കളുടെ വൈദിക വൃത്തിയുടെ ഭാഗമായി തന്നെ പലതരത്തിലുള്ള ആളുകളെ, പ്രത്യേകിച്ച് കൗമാരക്കാരെയൊക്കെ പലതരത്തിൽ അവരുടെ ഇത്തരം പ്രശ്നങ്ങളിലൊക്കെ ഇടപെടേണ്ടി വന്നിട്ടുണ്ടാവും. മുൻകാലങ്ങളെക്കാൾ ഏറെ ഇതൊരു 13 വയസ്സുകാരിയൊക്കെ ഒരു കൊലപാതകം ആസൂത്രണം ചെയ്യുക, എന്നിട്ട് അവരുടെ 3-4 കൂട്ടുകാരെ കൊണ്ട് അത് നടപ്പാക്കുക എന്നൊക്കെ പറയും. ഇവരെല്ലാവരും മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്ന കുട്ടികളാണെന്ന് പറയപ്പെടുന്നു. അങ്ങനെ പോലീസിൻ്റെ പ്രാഥമികമായ സൂചന അങ്ങനെയാണ്. എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഈ കുട്ടികളെ അത്തരമൊരു വല്ലാത്ത മാനസികാവസ്ഥയിൽ, ക്രൈമൊക്കെ പണ്ടും ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ കൗമാരക്കാരൊക്കെ വല്ല ഇടിയുണ്ടായി പെട്ടെന്ന് ചിലപ്പോൾ ആരെങ്കിലും പ്രകോപനത്തിന് ഇടിക്കുകയോ ചെയ്ത് കൊലപാതകം സംഭവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ലോ, ആസൂത്രിതമായ കൊലപാതകത്തിൻ്റെ ഒരു വല്ലാത്ത ഒരു ക്രിമിനൽ മനോഭാവത്തിലേക്ക് നമ്മുടെ കുട്ടികൾ പോകാനുള്ള കാരണം എന്താണ്? ഗുഡ് ഈവനിങ് കിരൺ. ഗുഡ് ഈവനിങ്. ഞാൻ 82 വയസ്സുള്ള ഒരു പള്ളിയിലച്ഛനാണ്. എത്രയാണ് ചെറുപ്രായം മുതൽ? വയസ്സ് എത്രയാണ് പറഞ്ഞത്? 82. ഓക്കെ, ശരി, ഓക്കെ. അപ്പോൾ ജീവിതത്തിന്റെ ഒരുപാട് അനുഭവങ്ങൾ, പല തലമുറയെ കണ്ട് അനുഭവങ്ങൾ പരിചയമുള്ള ആളാണ്. പല സഭകളിലും ഞാൻ ഇരുന്നിട്ടുണ്ട്. ഏകദേശം 10 സഭകളിൽ ഇരുന്നിട്ടുണ്ട്. അപ്പൊ എനിക്കറിയാം അന്നത്തെ ന്യൂജൻ അല്ല ഇന്നത്തേത്. അന്ന് നമ്മുടെ കുടുംബങ്ങളിലുള്ള കുട്ടികളായാലും സഭയിലുള്ള കുട്ടികളായാലും സമൂഹത്തിലുള്ളവർ, അവരോട് നമ്മൾ സംസാരിച്ചാൽ അതിന് വിലയുണ്ടായിരുന്നു. ഇന്ന് മാതാപിതാക്കന്മാരോ അല്ലെങ്കിൽ അപ്പൂപ്പന്മാരോ സംസാരിച്ചാൽ അതിനൊരു വിലയില്ല. ഒരു കാരണം അത്. രണ്ടാമത്, ദൈവവിശ്വാസം ഇങ്ങനെയുള്ള മക്കൾ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഏത് മതത്തിൽ ഉൾപ്പെട്ടവരായാലും ദൈവവിശ്വാസം വളരെയേറെ കുറവാണ്. മൂന്നാമതാണ് ഈ മൊബൈലിന്റെ ദുരുപയോഗം. മൊബൈൽ നല്ലതാണ്, പല നല്ല കാര്യങ്ങളും അതിൽ നമുക്ക് കണ്ടുപിടിക്കാനും പഠിക്കാനുണ്ട്. അത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ മൊബൈൽ ഇല്ലാതെ കഴിയുക അസാധ്യം എന്ന് പറയുന്ന ഒരു ന്യൂജന്റെ മധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവർക്ക് വേറൊന്നും വേണ്ട, ആഹാരം കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്നുമില്ല, അവർക്ക് മൊബൈൽ ഉപയോഗിച്ചാൽ മാത്രം മതി. അതും വില കൂടിയ മൊബൈൽ, ലക്ഷങ്ങൾ വിലയുള്ള ഐഫോൺ പോലെയുള്ള മൊബൈൽ ആണെങ്കിൽ വളരെ സന്തോഷം, അതിലവർ സംതൃപ്തി കണ്ടെത്തുന്നു. നമ്മൾ മൊബൈൽ ഉപയോഗിക്കും, ഞാനിപ്പോൾ മൊബൈലിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതെങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു, ഏത് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഈ ഒരു കൊലപാതകം വളരെയേറെ വേദനാജനകമാണ്. അതും ഒരു പെൺകുട്ടി മുൻകൈ എടുത്തിട്ട് അത് സുഹൃത്തുക്കളുമായിട്ട് വന്ന് ഒരു മൊബൈലിന് വേണ്ടിയിട്ട് അപ്പൂപ്പനെ കൊല ചെയ്യുക എന്ന് പറയുന്നത് വളരെയേറെ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇതിനെക്കുറിച്ച് സർക്കാർ തലത്തിൽ തന്നെ ഒരു ഒരു പഠനം നടത്തേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് തക്കതായിട്ടുള്ള ഒരു നടപടി നമ്മുടെ യുവതി യുവാക്കന്മാരുടെ ഇടയിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ മക്കൾ നല്ല ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ തക്കവണ്ണം, നല്ല സ്വഭാവമുള്ളവരായിട്ട് മുന്നോട്ട് പോകാൻ തക്കവണ്ണം സാധ്യമായി തീരട്ടെ. വളരെ വ്യക്തമാണ്. 82 വയസ്സുള്ള ഫാദർ ഇത് പറയുമ്പോൾ എത്രയോ തലമുറയിലെ ചെറുപ്പക്കാരെ, വഴിതെറ്റിപ്പോയ ചെറുപ്പക്കാരെയും അല്ലാത്ത ചെറുപ്പക്കാരെയും ഒക്കെ കണ്ട് അവരെ നന്നാക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്ത ജീവിതാനുഭവത്തിൽ നിന്നുകൂടിയാണ് അദ്ദേഹം ഇത്തരം കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.